ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് 5 ഞാൻ കാണിക്കുന്നെങ്കിലും 6 പിങ്ക് ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. അതും അണ്ടർ 500 രൂപ. അതെ ഗൈസ്, 500 രൂപയുടെ താഴെയുള്ള അഫോർഡബിളായ ലിപ്സ്റ്റിക് നമ്മൾ പരിചയപ്പെടാം. ആൻഡ് ഐ ലവ് ലിപ്സ്റ്റിക് എന്നാണ് ഞാൻ ആ കൈനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് NYBEയുടെ ഒരു ട്രാൻസ്ഫർ പ്രൂഫായ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു മോവിഷ് പിങ്ക് ഷെയ്ഡാണ്. ഇറ്റ് സൂട്ട്സ് ഫോർ എവ്രി ഇന്ത്യൻ സ്കിൻ ടോൺ. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമിലാണ്, ഇട്ടെന്ന് തോന്നത്തില്ല. പിന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ഇത് കോളേജ് ആൻഡ് ഓഫീസ് ഗോയിങ് വിമന് പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഷെയ്ഡ് NYBEയുടെ തന്നെ ഒരു വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക്കാണ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് ബാഡ് ആസ് ബെറി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റെഡ് പോലെ തോന്നും, പക്ഷേ ഒരു പിങ്കിഷ് റെഡാണ്. ഇതൊരു ബെറി കൈൻഡ് ഓഫ് മിക്സ്ചർ ഓഫ് ബെറി, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതില്ലേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം ഇത് മാറ്റ് ലിപ്സ്റ്റിക് പോലെ ഭയങ്കര ഡ്രൈയിങ് അല്ല, ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ മാറ്റ് പോലെ ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ബാഡാസ് ബെറി. അടുത്ത ലിപ്സ്റ്റിക് ഷുഗർ പോപ്പിൻ്റെ ഒരു 12 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇറ്റ്സ് പ്രോപ്പർ പിങ്ക്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമിലാണ്. ഇത് ഭയങ്കര പോപ്പിംഗ് പിങ്കാണ്. ഫങ്ഷൻ ഇന്ന് പറ്റിയ ലിപ്സ്റ്റിക്കാണ്. ഫങ്ഷൻ നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് പോയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ അടുത്ത ലിപ്സ്റ്റിക് ലോറിയൽ പാരീസിൻ്റെ ഒരു ലിപ്സ്റ്റിക്. ഷെയ്ഡ് ഇസ് കോൾഡ് സിൽവോയിസ് ഫ്ലാറ്റ്. ഇതൊരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. അടുത്ത ഇൻസൈഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഈ കാണിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ലിപ്സ്റ്റിക്കാണ്. ഇറ്റ്സ് കോൾഡ് ഹെറ. ഡസ്കി പിങ്ക് ആണ്, സൂപ്പർ പിങ്ക് ന്യൂഡാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത ലിപ്സ്റ്റിക്ക് LITൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് W14. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഞാൻ ഇൻസൈറ്റിൻ്റെയും ലോറിയലിൻ്റെയും കാണിച്ചത് ഒരു ക്രീം ഫോമുലേഷനാണ്. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് അല്ല, നിങ്ങളൊരു 3 hours കൂടുമ്പം അപ്ലൈ ചെയ്യേണ്ട വരും. പക്ഷേ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലിപ്സ് ഇപ്പോൾ മോയ്സ്ചറൈസ്ഡ് ആണോ, അതിൻ്റെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്പെഷ്യലി മാറ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ. ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ഐ ടേക്ക് സം ഷുഗർ ആൻഡ് സം കോക്കനട്ട് ഓയിൽ ആൻഡ് റബ് ഓൺ മൈ ലിപ്സ്. അതിനുശേഷം ഞാനൊരു നല്ല മോയ്സ്ചറൈസിങ് ലിപ് ബാം ഇടും. ഐ വുഡ് സജസ്റ്റ് ലാനേജിൻ്റെ ലിപ് ബാം. ദെൻ ഐ വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 5 to 10 minutes. കാരണം ഇത് നമ്മൾ ഇടത്തില്ലേ, ലിപ് ബാം ഇടുമ്പോൾ തന്നെ കുറേ ഡെഡ് സ്കിൻസൊക്കെ വരും, ബിക്കോസ് വി സ്ക്രബ്ഡ് ഏർലിയർ. അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റിയിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ മാറ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എപ്പോഴും കുറേ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ ക്രീം ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നവർ ഇങ്ങനെ തേക്കാൻ നോക്കരുത്, ബിക്കോസ് ഭയങ്കര പാച്ചി ആയിരിക്കും. കൈൻഡ് ഓഫ് തിൻ ലെയർ തേച്ചാൽ മതി. നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ലെയർ ആഡ് ചെയ്യാം. ഞാനിന്ന് കാണിച്ചെന്ന എല്ലാ ലിപ്സ്റ്റിക്കും നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഒരു ലെയർ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വരും. അതുകൊണ്ട് പിഗ്മെൻറ്റഡ് ലിപ്സിന് സൂപ്പർബാണ് ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ഷെയ്ഡ്സും. നിങ്ങളുടെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വേറെയും വേറെ ഏതായാലും ആ കളർ വരുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ, അതൊന്നും പേടിക്കേണ്ട. ഈ ലിപ്സ്റ്റിക്സ് എല്ലാം പിഗ്മെൻറ്റേഷൻ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഞാൻ കാണിച്ചു തന്ന എല്ലാ ലിപ്സ്റ്റിക് ഓൾമോസ്റ്റ് മാറ്റാണ്, എക്സെപ്റ്റ് ലോറിയൽ പാലസിൻ്റെ ഈ ലിപ്സ്റ്റിക്. ബാക്കിയെല്ലാം മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ട ശേഷം നിങ്ങൾ അത് റിമൂവ് ചെയ്തിട്ട് ഓൾവേസ് പുട്ട് ലിപ് ബാം, ബിക്കോസ് ഇറ്റ്സ് മാറ്റ് ലിപ്സ്റ്റിക്. നിങ്ങളുടെ ലിപ്സ് നല്ലോണം ഡ്രൈ ആവും, അതും കൂടി ശ്രദ്ധിക്കണം. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.